കായംകുളത്ത് ബാധ ഒഴിപ്പിക്കാനെന്ന പേരിൽ 15 വയസ്സുകാരിയെ ക്രൂരമായി മർദ്ദിച്ച കേസിൽ രണ്ടാം പ്രതിയായ ഉസ്താദ് അറസ്റ്റിൽ. കായംകുളം കീരിക്കാട് സ്വദേശിയായ 56-കാരൻ യൂസഫ് കുട്ടിയാണ് അറസ്റ്റിലായത്. ഹരിപ്പാട് സ്വദേശിനായ കുട്ടിയെ ബാധ ഒഴിപ്പിക്കാനെന്ന പേരിൽ കായംകുളത്തുള്ള വീട്ടിലെത്തിച്ച് കയ്യും കാലും കെട്ടിയിട്ട് ചൂരൽ ഉപയോഗിച്ച് മുറിവേൽപ്പിച്ചു എന്ന കേസിലാണ് ഉസ്താദ് അറസ്റ്റിലായത്. പെൺകുട്ടിയുടെ അടുത്ത ബന്ധു കൂടിയാണ് ഈ കേസിലെ ഒന്നാം പ്രതി. സുധീഷ് ഗോപാൽ കൂടുതൽ വിവരങ്ങൾ. വിനോദ്, ഹരിപ്പാട് സ്വദേശിനിയായ 15 വയസ്സ് മാത്രം പ്രായമുള്ള കുട്ടിയെയാണ് ബാധ ഒഴിപ്പിക്കാനെന്ന പേരിൽ ബന്ധു കൂടിയായ യുവാവ് കായംകുളത്തെ വീട്ടിലെത്തിച്ച് അതിക്രൂരമായ രീതിയിൽ മർദ്ദിക്കുന്ന തരത്തിൽ ഇത്തരം പൂജകൾ നടത്തി. ഇതുമായി ബന്ധപ്പെട്ട് ഈ ആചാരങ്ങളുടെ ഭാഗമായാണ് ഉസ്താദ് കൂടിയായ യൂസഫ് കുട്ടി എന്ന 56-കാരൻ ചൂരൽ ഉപയോഗിച്ചും മറ്റും അതിക്രൂരമായി ഈ കുട്ടിയെ ഉപദ്രവിച്ചത്. ഈ കേസുമായി ബന്ധപ്പെട്ടാണ് ഇപ്പോൾ യൂസഫ് കുട്ടി അറസ്റ്റിലായത്. ഇയാളെ കോടതി റിമാൻഡ് ചെയ്തിട്ടുണ്ട്. ഇതേസമയം ഈ കേസിലെ ഒന്നാം പ്രതിയായ ഈ കുട്ടിയുടെ അടുത്ത ബന്ധു അയാൾ മറ്റൊരു പോക്സോ കേസിൽ ഇപ്പോൾ റിമാൻഡിലാണ്. എന്തു തന്നെയായാലും അനാചാരങ്ങളുടെ പേരിലുള്ള അതിക്രൂരമായ മർദ്ദനവും പീഡനവുമാണ് 15 വയസ്സ് മാത്രം പ്രായമുള്ള കുട്ടി നേരിടേണ്ടി വന്നത്. അതേ തുടർന്ന് ബന്ധുക്കൾ നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ ഈ യൂസഫ് കുട്ടി എന്ന ഉസ്താദ് കൂടിയായ 56-കാരനെ കായംകുളം പോലീസ് അറസ്റ്റ് ചെയ്ത് കോടതിയിൽ ഹാജരാക്കിയത്. കോടതി ഇയാളെ 14 ദിവസത്തേക്ക് റിമാൻഡ് ചെയ്യുകയും ചെയ്തു. ഒന്നാം പ്രതി ഇപ്പോൾ പോക്സോ കേസിൽ റിമാൻഡിലായതിനാൽ തുടർ നടപടികൾ ഇയാളെ കസ്റ്റഡിയിൽ വാങ്ങിക്കൊണ്ട് പോലീസിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാവുമെന്ന് വേണം നമുക്ക് മനസ്സിലാക്കാൻ. വിനോദ്, വ്യക്തമാണ്. കായംകുളത്താണ് ബാധ ഒഴിപ്പിക്കാനെന്ന പേരിൽ 15 വയസ്സുള്ള പെൺകുട്ടിയെ ചൂരൽ ഉപയോഗിച്ച് ക്രൂരമായി മർദ്ദിച്ച് പരിക്കേൽപ്പിച്ചത്. ഈ കേസിലാണ് ഉസ്താദ് അറസ്റ്റിലായത്. വിവരങ്ങൾ നൽകുകയായിരുന്നു ആലപ്പുഴയിൽ നിന്നും സുധീഷ് ഗോപാൽ.